അപ്പോൾ നെക്സ്റ്റ് ടാഗാണ് പി ടാഗ്. നമ്മൾ കോമൺ ടാഗ്സിന് ആദ്യത്തെ ടാഗ് ഹെഡിങ്സ് ടാഗ് പറഞ്ഞു. ഹെഡിങ് ടാഗുകൾ ഹെഡിങ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അതിൻ്റെ വലിപ്പം നമുക്ക് ഇഷ്ടാനുസരണം നമുക്ക് വലിപ്പം ഏറ്റവും നല്ല വലിയ ഹെഡിങ് വേണമെങ്കിൽ H1 കൊടുക്കണം. ഏറ്റവും ചെറിയ ഹെഡിങ് വേണമെങ്കിൽ H6 നമ്മൾ കൊടുക്കുക അല്ലേ. ഇൻ ബിറ്റ്വീൻ ഒരു ആവറേജ് ഉള്ള വലിപ്പം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് H3 H4 ഒക്കെ നമുക്ക് കൊടുക്കാം. നെക്സ്റ്റ് പി ടാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരഗ്രാഫ് സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് പി ടാഗ് ഒരു കണ്ടെയ്നർ ടാഗാണ്. അതായത് അതിന് ഓപ്പണിങ്ങും ഉണ്ടാവും ക്ലോസിങ്ങും ഉണ്ടാവും. ഇനി പി ടാഗിന് ഒരു ആട്രിബ്യൂട്ടാണ് ഉള്ളത്. അലൈൻ എന്ന് പറയുന്നതാണ് പി ടാഗിൻ്റെ ആട്രിബ്യൂട്ട്. അതിൽ 4 വാല്യൂസ് എടുക്കും: ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ അല്ലെങ്കിൽ ജസ്റ്റിഫൈ. അപ്പോൾ പാരഗ്രാഫ് സെറ്റ് ചെയ്യാനുള്ള ടാഗാണ് പി ടാഗ് ഒരു കണ്ടെയ്നർ ടാഗാണ്. പി ടാഗിനൊരു ആട്രിബ്യൂട്ടാണുള്ളത്, അലൈൻ ആട്രിബ്യൂട്ട്. ഈ അലൈൻ ആട്രിബ്യൂട്ട് 4 വാല്യൂസ് വേണമെങ്കിൽ എടുക്കാം: ലെഫ്റ്റ് എടുക്കാം, റൈറ്റ് എടുക്കാം, സെൻറ്റർ അല്ലെങ്കിൽ ജസ്റ്റിഫൈ. നമ്മുടെ ഹെഡിങ്സ് ടാഗ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ പി ടാഗ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പി ടാഗ് എന്ത് ചെയ്യുന്നു? ഒരു ലൈന് തൊട്ട് മുന്നിലും ഒരു ലൈൻ അതിന് ശേഷവും നമ്മുടെ ലീവ് ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഏതൊരു HTML പേജ് എടുക്കുമ്പോഴും അതിന് സ്ട്രക്ചർ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ സ്ട്രക്ചർ ഉണ്ടാവുന്ന സമയത്ത് ആദ്യം എന്തുണ്ടായിരിക്കണം? HTML, ഹെഡ്, ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്തു, ഹെഡ് ടാഗ് ക്ലോസ് ചെയ്തു, ബോഡി ടാഗ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമ്മളൊരു പി ടാഗ് കൊടുത്തു. പി ടാഗ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ്? പാരഗ്രാഫ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബൈ ഡീഫോൾട്ട് നമ്മൾ വെറും പി ടാഗ് കൊടുത്തു എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എവിടെ വരും? നമുക്ക് പാരഗ്രാഫ് എപ്പോഴും ലെഫ്റ്റിനോട് ചേർന്നായിരിക്കും വരിക. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ദിസ് പാരഗ്രാഫ് കണ്ടെയ്ൻസ്. ഇവിടെ നമ്മൾ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ദിസ് പാരഗ്രാഫ് കണ്ടെയ്ൻസ് കുറേ സ്പേസ് ഇട്ടിട്ടാണ്. എ ലോട്ട് ഓഫ് സ്പേസസ് ഇൻ ദി സോഴ്സ് കോഡ് ബട്ട് ദി ഡാഷ് ബ്രൗസർ ഇഗ്നോർസ് ഇറ്റ്. അപ്പോൾ എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ കോഡ് എഴുതുന്ന സമയത്ത് എത്രമാത്രം സ്പേസ് നമ്മൾ വിട്ടിട്ടിട്ടാലും കാര്യമില്ല, ഔട്ട്പുട്ട് വരുന്ന സമയത്ത് ഇതെല്ലാം ഒന്നിച്ചിട്ടായിരിക്കും വരിക. നമ്മളിങ്ങനെ സ്പേസ് ഇട്ടതുകൊണ്ട് എന്ത് വരില്ല? അപ്പുറത്തെ സ്പേസ് വരില്ല. ഇനി പി ടാഗ് നമ്മൾ വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ആ പി എവിടേക്ക് വരിക? പാരഗ്രാഫ് എവിടേക്ക് ചേർന്നാണ് വരിക? ലെഫ്റ്റിനോട് ചേർന്നായിരിക്കും വരിക. ഇനി പി അലൈൻ ഈസ് ഈക്വൽ ടു റൈറ്റ് എന്ന് കൊടുത്തു എന്ന് വിചാരിക്കുക. എന്നാൽ നമുക്ക് ഔട്ട്പുട്ട് വരുന്ന സമയത്ത് സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിലായിട്ടായിരിക്കും കോഡ് വരിക. പി അലൈൻ ഈസ് ഈക്വൽ ടു ജസ്റ്റിഫൈ. എന്താ ജസ്റ്റിഫൈ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഈക്വൽ സ്പേസസ് ലീവ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് വരിക. അതായത് ഒരു ലൈൻ അവസാനിക്കുന്ന സമയത്ത് കുറച്ച് സ്പേസ് വിടാം. ഇനി ആ സ്പേസ് അവിടെ കിടക്കും. അടുത്ത ലൈനാണെങ്കിൽ ലൈനിൻ്റെ അറ്റം വരെ എത്തും. മൂന്നാമത്തെ ലൈൻ വരുന്ന സമയത്ത് ഒരു വാക്ക് എഴുതാനുള്ള സ്പേസ് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ആ സ്പേസ് അവിടെ അങ്ങനെയൊന്നും ഇടാതെ എല്ലാം ഒരുപോലെ അവസാനിക്കും. നമ്മുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവുമല്ലോ, 2 ബോർഡറും ഒരേപോലെ അവസാനിക്കും. അവിടെ ഒരിക്കലും ഒരു ലൈൻ ആ ബോർഡറിൻ്റെ അപ്പുറത്തേക്ക് പോകും. അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും എന്തിനുണ്ടാവാറില്ല? ഈ ജസ്റ്റിഫൈയിൽ ഉണ്ടാവാറില്ല. അപ്പോൾ നമ്മൾ പി ടാഗിൻ്റെ അകത്ത് ഇറ്റ്സ് എ കണ്ടെയ്നർ ടാഗാന്ന് പറഞ്ഞു. അതിനൊരു ആട്രിബ്യൂട്ടാണുള്ള അലൈന്. അതിൻ്റെ വാല്യൂസ് ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ, ജസ്റ്റിഫൈ എന്നെടുക്കും. പിന്നെ എന്താ പറഞ്ഞാൽ നമ്മൾ പി ടാഗ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുപ്പടെ നമ്മൾ സ്പേസ് ഇട്ടാലും ഇട്ടില്ലെങ്കിലും എന്ത് ചെയ്യുന്നു? നമ്മളിവിടെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തു എന്ന് വിചാരിക്കുക, നമ്മളിവിടെ സ്പേസ് ഒന്നും വിട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പോലും പി ടാഗ് എന്ത് ചെയ്യുന്നു? നമുക്ക് ഔട്ട്പുട്ട് വരുന്ന സമയത്ത് ഒരു ലൈന് വിട്ടിട്ടായിരിക്കും ഔട്ട്പുട്ട് വരിക. അപ്പോൾ അതാണോ അവിടെ പി ടാഗിൻ്റെ ഔട്ട്പുട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. ദിസ് പാരഗ്രാഫ് കണ്ടെയ്ൻസ് എ ലോട്ട് ഓഫ് ഉണ്ടാവും. നമ്മളിവിടെ സ്പേസ് ഒന്നും വിട്ടിട്ടില്ല, ഒരു ലൈൻ കണ്ടിന്യൂസ് ആണ്, പക്ഷേ അതൊരു ലൈൻ വിടും. അതേപോലെ തന്നെ നമ്മൾ പി ടാഗിന് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റിനോട് ചേർന്ന് വരും. അതിനുശേഷം തൊട്ടടുത്ത ലൈനിൽ പി അലൈൻ ഈസ് ഈക്വൽ ടു റൈറ്റ് എന്നാണ് കൊടുത്തത് അല്ലേ. നമ്മൾ റൈറ്റ് എന്ന് കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യുന്നു? റൈറ്റ് സൈഡിലോട്ട് അലൈൻ ചെയ്യുന്നു. ജസ്റ്റിഫൈ കൊടുത്തു. ജസ്റ്റിഫൈ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലും അതേപോലെ തന്നെ റൈറ്റ് സൈഡിലും ഒരേപോലെ അതെന്ത് ചെയ്തിട്ടുണ്ട്? സ്പേസ് ലീവ് ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരേപോലെ സ്പേസ്, ലെഫ്റ്റിനെല്ലാം നമ്മൾ ഒരേപോലെ തുടങ്ങിയിട്ടുണ്ട്. റൈറ്റിലും എന്ത് ചെയ്യുന്നു? അത് ഒരുപോലെ സ്പേസ് ലീവ് ചെയ്യുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നുണ്ടോ? ഇവിടെ നമുക്ക് ഒരേപോലെ സ്പേസ് ലീവ് ചെയ്തിരിക്കുകയാണ്. ഇവിടെയും അതേപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ എഴുതുന്ന പോലെ കട്ടയ്ക്ക് നിൽക്കുക പറയില്ലേ, അതേപോലെ നിൽക്കുന്നുണ്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? പി ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ കോമൺ ടാഗിൽ ആദ്യം ഹെഡിങ്സ് ടാഗ് പഠിച്ചു, പിന്നെ പി ടാഗ് പഠിച്ചു. ഇനി നെക്സ്റ്റ് ടാഗാണ് BR ടാഗ്. ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ടാഗാണ്. അതൊരു MT ടാഗും കൂടെയാണ്. MT ടാഗ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അതിന് ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ, അതിന് എന്തില്ല? ക്ലോസിംഗ് ഇല്ല. അങ്ങനെയുള്ള ടാഗുകളെയാണ് എന്തെന്ന് പറയുന്നത്? BR ടാഗ്. BR ടാഗിന് പറയുന്ന പേര് ബ്രേക്ക് എന്ന് പറയും. BR ഇസ് നോൺ ആസ് ബ്രേക്ക് ടാഗ്. അപ്പോൾ BR ടാഗിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കൂടെ കൊടുക്കുകയാണ് ദിസ് പാരഗ്രാഫ് കണ്ടെയ്ൻസ് കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നമ്മൾ BR ടാഗ് കൊടുത്തു. ഇവിടെ നമ്മൾ BR എന്ന് കൊടുത്തു എന്ന് വിചാരിക്കുക. ദിസ്
പാരഗ്രാഫ് കണ്ടെയ്ൻസ് BR. അതായത് ആദ്യത്തെ ലൈനിൽ ദിസ് പാരഗ്രാഫ് കണ്ടെയ്ൻസ് നമ്മൾ അവിടെ ഒരു BR ടാഗ് കൊടുത്തു. രണ്ടാമത്തേൽ ദിസ് പാരഗ്രാഫ് കണ്ടെയ്ൻസ് അവിടെ നമ്മളൊരു BR ടാഗ് കൊടുത്തു. BR ഒരു empty ടാഗാണ്. അവിടെ എന്തില്ല, ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ, ക്ലോസിംഗ് ഇല്ല. അപ്പോൾ നമ്മൾ അതിനുശേഷം നമ്മൾ അതിനെ റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് കണ്ടുപിടിക്കാം. ദിസ് പാരഗ്രാഫ് കണ്ടെയ്ൻസ് കഴിഞ്ഞ ആ സാധനം അവിടെ ഇല്ല അല്ലേ. നമ്മുടെ ഔട്ട്പുട്ട് നോക്കിയാൽ മനസ്സിലാവും, കോഡ് നോക്കിയാൽ മനസ്സിലാവും. ദിസ് പാരഗ്രാഫ് കണ്ടെയ്ൻസ് BR കഴിഞ്ഞിട്ട് എ ലോട്ട് ഓഫ് സ്പേസസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ദിസ് പാരഗ്രാഫ് കണ്ടെയ്ൻസ് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, BR എന്ന് പറഞ്ഞാൽ ബ്രേക്ക് കൊടുത്തു. ആ ലൈനിനെ എന്ത് ചെയ്തു, അവിടെ വെച്ച് അവസാനിപ്പിച്ചു. എന്നിട്ട് അടുത്ത ലൈൻ മുതൽ സ്റ്റാർട്ട് ചെയ്തു. അതേപോലെ തന്നെ എന്ത് ചെയ്തു, നമ്മൾ അടുത്തതിലും എന്ത് ചെയ്തു, ദിസ് പാരഗ്രാഫ് കണ്ടെയ്ൻസ് ദിസ് പാരഗ്രാഫ് കണ്ടെയ്ൻസ് കഴിഞ്ഞ് ബ്രേക്ക് കൊടുത്തു. അവിടെ ആ ലൈന് ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞാൽ എന്താണ്, ആ ലൈനെ അവസാനിപ്പിച്ച ശേഷം ആ കണ്ടന്റ് അടുത്ത ലൈന് മുതൽ സ്റ്റാർട്ട് ചെയ്യും. അതിനെയാണ് BR ടാഗ് എന്ന് പറയുന്നത്. BR ടാഗിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഒരു empty ടാഗാണ്. അതിന് ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ, എന്തില്ല, ക്ലോസിംഗ് ഇല്ല. BR എന്ന് മാത്രം നമുക്ക് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ empty ടാഗാണ് BR ടാഗ് എന്ന് വെച്ചാൽ അതിന് എന്ത് മാത്രമേ ഉള്ളൂ, ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ, ക്ലോസിംഗ് ഇല്ലാത്ത ടാഗുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, BR ടാഗ് എന്ന് പറയുന്നത്.